മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോയാണെങ്കിൽ ഒന്ന് റിക്കവർ ആയിട്ട് വരുന്ന പ്രതാപനെ വീണ്ടും ചെന്ന് കാണുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കണ്ണൻ സാറിനെയോ മഹാലക്ഷ്മിയെയോ ഇനി നീ ദ്രോഹിച്ചാൽ ഉറപ്പായിട്ടും നിനക്കും നിന്റെ അമ്മയ്ക്കുമായിരിക്കില്ല പണി കിട്ടുന്നത്, മറിച്ച് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നിന്റെ മകൾക്ക് തന്നെയായി അവളുടെ ചോര ഞാൻ വീഴ്ത്തും. അതുകൊണ്ട് പ്രതാപ, നീ സൂക്ഷിച്ച് കളിച്ചേക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് പ്രതാപനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്, മുത്തശ്ശിയും. എന്തായാലും ഇനി കാര്യങ്ങൾ നീക്കം ചെയ്യേണ്ടത് വളരെ സൂക്ഷിച്ചു വേണമെന്നൊക്കെ പ്രതാപനും മുത്തശ്ശിയും തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ തന്റെ പ്രണയത്തെക്കുറിച്ച് കണ്ണനോട് പറയുകയാണ്. തനിക്കൊരു പ്രണയിനിയുണ്ടെന്നും സമയമാകുമ്പോൾ താൻ വെളിപ്പെടുത്താമെന്നും കുടുംബത്തോടെ ജീവിക്കാൻ തനിക്കും താല്പര്യമുണ്ടെന്നൊക്കെ കണ്ണനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് കണ്ണനാണെങ്കിൽ പൂർണ്ണമായിട്ടും തന്റെ സപ്പോർട്ട് ഉണ്ടാകുമെന്നും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ തന്റെ വില്ല കൺസ്ട്രക്ഷനിൽ നിന്നും ഒരു വില്ല തനിക്ക് തരാമെന്നൊക്കെ മാർക്കോയോട് കണ്ണൻ പറയുന്നുണ്ട്. പിന്നീട് അമ്മയെ കാണാനായിട്ട് മാർക്കോ പോവുകയാണ്. മഹാലക്ഷ്മിയുടെ വയറ്റിലുള്ള കുഞ്ഞെന്ന് പറയുന്നത് ശ്രീകൃഷ്ണന്റെ ഒരു അവതാരമാണ്. ഒരുപാട് കഠിനമായിട്ടുള്ള യാതനകൾ താണ്ടിയിട്ടേ ആ കുഞ്ഞ് ജനിക്കത്തുള്ളൂ എന്നൊക്കെ അമ്മ പറയുന്നു. ഇത് കേട്ട് മാർക്കോയ്ക്കാണെങ്കിൽ സന്തോഷമാവുന്നുണ്ട്. കാരണം കുഞ്ഞിനൊരു ആപത്തും ഇനി സംഭവിക്കില്ല എന്നൊക്കെ അമ്മ ഉറപ്പ് കൊടുക്കുകയാണ്. അങ്ങനെ പ്രതാപനാവട്ടെ പെട്ടെന്ന് എന്തോ ഒരു കാറ്റ് വീശിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. അയാളാണെങ്കിൽ എങ്ങോട്ടൊന്നുമില്ലാതെ നടക്കുകയാണ്. ഒരാൾ രൂപം മുന്നിൽ തെളിയുന്നു. അത് അടുത്തേക്ക് വരുംതോറും കണ്ണന്റെ അച്ഛനെയാണ് കാണുന്നത്. പ്രതാപനാണെങ്കിൽ അയാളെ കാണുമ്പോൾ തന്നെ ആകെ പേടിക്കുന്നു. താനെന്തിനാ ഇപ്പൊ എന്നെ കാണാൻ വന്നെന്നൊക്കെ ചോദിക്കുമ്പോ, നീ എന്നെ കൊന്നു കളഞ്ഞതല്ലേ, അപ്പൊ പിന്നെ നിന്നെ അല്ലാതെ ഞാൻ വേറെ ആരെയാ കാണുക? എന്റെ കുടുംബത്തോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കേണ്ട എന്നെ നീ കൊന്നു കളഞ്ഞു. നീയും എന്റെ അളിയനും നിങ്ങളെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കുമെന്ന് കരുതുന്നുണ്ടോ? എന്റെ മോന്റെയും അവന്റെ കുഞ്ഞിനെയും നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നവരല്ലേ നിങ്ങൾ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവരെ വെറുതെ വിടാൻ നീ തീരുമാനിച്ചില്ലെങ്കിൽ നിന്നെ വിട്ട് ഞാൻ പോകില്ല എന്നൊക്കെ കണ്ണന്റെ അച്ഛനാണെങ്കിൽ ഭീഷണിപ്പെടുത്തുകയാണ്. പ്രതാപനാണെങ്കിൽ കാറ്റുപോയ ബലൂണ് പോലെ അവിടെ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. കാരണം അയാൾക്കാണെങ്കിൽ പേടിച്ചിട്ടൊന്നും ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെ അതിരാവിലെ തന്നെ ആ വീഴ്ച കണ്ടുകൊണ്ട് വീണ് കിടക്കുന്ന പ്രതാപനെ എടുത്ത് തോമസ് വൈദ്യന്റെ ആളുകൾ എല്ലാവരും ചേർന്ന് റൂമിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് വെള്ളം തെളിച്ച് പ്രതാപനെ ബോധത്തിലേക്ക് വരുത്തുകയാണ്. എന്താടോ, എന്താ സംഭവിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോ, ഒന്നുമില്ല സാറേ, ഇല്ല, എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാന് പ്രേതത്തെ കണ്ടു. പ്രേതത്തെ കാണുകയോ? എന്താ താൻ പറയുന്നത്? ഇവിടെ വരുന്ന ആരും ഇതുപോലെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ. താൻ മാത്രം എന്താ കാണുന്നേ? അത് ഞാൻ കണ്ടു, ഞാൻ പ്രേതത്തെ കണ്ടു. അങ്ങനെ ആത്മാക്കളെ കാണണമെങ്കിൽ താൻ ആരെയെങ്കിലും കൊല്ലണം. താൻ കൊന്നിട്ടുണ്ടോ എന്ന് ഇങ്ങനെ തോമസ് സാർ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ തന്നെ പ്രതാപനാണെങ്കിൽ ആകെ ഷോക്കാവുകയാണ്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല എന്നൊക്കെ പറയുമ്പോ, ആ തന്റെ വാക്ക് തന്നെ രക്ഷിക്കട്ടെ, എന്തായാലും ഇനി രാത്രി ഇറങ്ങി നടക്കാൻ നിൽക്കരുതെന്നൊക്കെ തോമസ് സാർ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് സാറ് പോയതിനു ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എടാ എന്താ സംഭവിച്ചത്, നീ എന്തിനാ പുറത്തേക്ക് ഇറങ്ങി പോയതെന്നൊക്കെ ചോദിക്കുകയാണ്. നീ ശരിക്കും ആത്മാവിനെ കണ്ടോ? അത് ആരുടെ ആത്മാവായിരുന്നു? അമ്മേ, അത് കണ്ണന്റെ അച്ഛൻ്റെതായിരുന്നു. ഇത് കേട്ട് മുത്തശ്ശിയും ആകെ ഷോക്കാവുന്നു. മോനെ, നീ എന്തീ പറയുന്നത്? അതെ അമ്മേ, ഒരു പ്രതികാരദാഹിയായിട്ടാണ് എൻ്റെ അടുത്തേക്ക് അയാൾ വന്നത്. ഉറപ്പാ, ഞാൻ കണ്ടു. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ആത്മാവിനെ കൂടി സഹിക്കണമല്ലോ അമ്മേ. ആ മാർക്കോയെ സഹിക്കാൻ തന്നെ വയ്യ. അവൻ പകുതി മനുഷ്യനും പകുതി ആത്മാവാണെന്ന് വന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഇനിയിപ്പോ ശരിക്കുള്ള ആത്മാവിനെ ഞാൻ എങ്ങനെ സഹിക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രതാപനാണെങ്കിൽ ആകെ വിഷമിക്കുന്നു. എന്തായാലും പ്രതാപനെ ഇനി പരീക്ഷിക്കുന്ന നാളുകളാണെന്നുള്ള കാര്യം അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നതും. പിന്നീട് കരുണയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട്, ഒരുപാട് സാധ്യതകൾ മുന്നിൽ തെളിയുന്നുണ്ടമ്മേ. ഒന്ന്, അവൾ എല്ലാ സ്വത്തുക്കളും സ്വന്തമാക്കും. അതോട് കൂടിയിട്ട് നമുക്കൊന്നും ഇല്ലാതെയാകും. അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞായിരിക്കും അവൾ ഉണ്ടാക്കാൻ പോകുന്ന സ്വത്തുക്കളുടെയൊക്കെ തന്നെ അനന്തരാവകാശി. അതിനെ ഇല്ലാതാക്കണം. ആ കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ എന്തു വേണമെങ്കിലും ചെയ്യണം. അവൾ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കണം. പിന്നെ സ്വാതി പോയതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ സ്വാധീനിക്കാൻ ചാൻസ് ഉണ്ട് ആ മഹാലക്ഷ്മി. ഇനി അവൾ തിരികെ ഈ വീട്ടിലേക്ക് വരരുതെന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെ തന്നെയാണ് മോളെ നടക്കേണ്ടതെന്നൊക്കെ ദുർഗ പറയുന്നു. ഇപ്പോഴത്തെ വിഷമം ഉണ്ണിക്ക് ഒരു തരത്തിലും ജോലി സാധ്യതയില്ലല്ലോ എന്ന് ഓർത്തിട്ടാണെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ കരുണയാണെങ്കിൽ ഉണ്ണിക്ക് മുന്നിൽ പത്തി താഴ്ത്തിക്കൊണ്ട് തന്നെയാണ് നടക്കുന്നത്. കാരണം അവൾക്ക് അറിയാം, ഒരുപക്ഷെ തന്റെ അച്ഛനാണ് ഉണ്ണിയുടെ അച്ഛനെ കൊന്നു എന്നുള്ള സത്യം അറിയുകയാണെങ്കിൽ പിന്നീട് എല്ലാവരും ജയിലിനകത്താണെന്നും. അതുകൊണ്ട് തന്നെ ഉണ്ണിയാണെങ്കിൽ അത് വിഷമിച്ചിരിക്കുകയാണ്. കാരണം റൂമിലേക്ക് പോകുന്നുണ്ട്. എന്താ ഉണ്ണിയേട്ടാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ആ ദുഷ്ടനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഏത് ദുഷ്ടൻ? എന്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നില്ലേ ആ ദുഷ്ടൻ, ആ നരകദ്രോഹി. എന്തായാലും പുഴുത്തു മാത്രമേ മരിച്ചു പോകത്തുള്ളൂ. കാരണം അത്രയ്ക്കും അവൻ എൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കി കളഞ്ഞെന്നൊക്കെ പറയുമ്പോൾ, കരുണയ്ക്കാണെങ്കിൽ അത് സ്വന്തം അച്ഛനെയാണല്ലോ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത് സഹിക്കാനായിട്ട് കഴിയുന്നില്ല. ഉണ്ണിയേട്ടാ, അത് ആരാണെന്നറിയാതെ എന്തിനെങ്ങനെ ശപിക്കുന്നത്? ദേ, മിണ്ടി പോവരുത്.
എന്റെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ കണ്ണൻ മുഴുവൻ സ്വത്തുക്കളും ഇങ്ങനെ വിഴുങ്ങില്ലായിരുന്നു. കാര്യം അയാളുടെ അമ്മയുടെ പേരിലാണ് സ്വത്തുക്കളെങ്കിലും എന്റെ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഒന്നുമില്ലാത്തൊരവസ്ഥയായി. ഞാൻ വെറും പട്ടിക്ക് തുല്യമായി പോയി. എന്തിനാ എങ്ങനെ ജീവിക്കുന്നെന്ന് പോലും തോന്നിപ്പോവുകയാണ്. അയാളുടെ അധികാരത്തിൽ അയാൾ മറ്റവൾക്ക് അധികാരം പങ്കിട്ട് കൊടുത്തു. പക്ഷേ സ്വന്തം അനിയനെ അയാൾ ഓർത്തില്ല. എന്റെ അച്ഛനുണ്ടായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്റെ ഭാവിയെക്കുറിച്ചും മഞ്ജുവിന്റെ ഭാവിയെക്കുറിച്ചൊക്കെ തന്നെ അച്ഛൻ ഓർക്കുമായിരുന്നു. എന്നാലും എന്റെ അച്ഛനെ കൊന്നവനെ എന്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതോടെ അവൻ തീർന്നെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ നന്നായി തന്നെ പ്രതാപനിട്ട് പ്രാകുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ.